Hallelujah. Praise the Lord. In the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ദൈവത്തിന്റെ അത്ഭുതകരം അപ്പോസ്തലപ്രവർത്തനം 4:30 അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കരം ഈ നിമിഷം ഞങ്ങളുടെ മേൽ നീട്ടണമേ. എല്ലാ അസ്വസ്ഥകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ കോവിഡ് ബാധിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ വേദനയോടെ ആയിരിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ അത്ഭുതകരം ഈ നിമിഷം ഈ ലോകത്തിന് മേൽ ഞങ്ങളുടെ സമൂഹത്തിന് മേൽ നീട്ടണമേ. ഈ സമയം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചതിനോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടാവുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഇന്ന് നമ്മൾ ഈ സമ്പൂർണ്ണ ബൈബിള്, ഈ ബൈബിൾ പലപ്പോഴും ഇതിനൊരു ശക്തി, ഇതിൽ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണെന്നും ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ കഴിവുള്ളതാണെന്നും ഒക്കെ പലപ്പോഴും നമ്മിൽ നിന്നും മറന്നു പോവുക ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ വചന ശുശ്രൂഷകള് ധ്യാന മന്ത്രങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ കേൾക്കാതെ ആയപ്പോൾ പലപ്പോഴും എന്തേത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിന് ശക്തിയില്ലേ എന്ന്. പക്ഷെ ഈ കാലഘട്ടത്തില് സുവിശേഷം ഇന്ന് മീഡിയയിലൂടെ ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പല പ്രൊഫറ്റ്സ് പ്രവാചകന്മാരും ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ആ മീഡിയ ശുശ്രൂഷയിലൂടെ ഒരുപാട് വ്യക്തികൾക്ക് അടയാളവും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക, വലിയ മാനസാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുറെയൊക്കെ ചിലപ്പോഴൊക്കെ ശുശ്രൂഷ മേഖലയിലുള്ള പലരും ഇന്ന് ഈ വചനം അവർ പറഞ്ഞ വ്യക്തികൾ പോലും ചിലപ്പോഴൊക്കെ ഈ വചനത്തിന്റെ ശക്തി മറന്നുപോയി പഴയതിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം. 2 പത്രോസ് 2:20 പരിശുദ്ധാത്മാവിനെ നീ അറിഞ്ഞതിന് ശേഷം വീണ്ടും നീ പഴയതിലേക്ക് പോകുകയാണെങ്കിൽ നിന്റെ സ്ഥിതി ആദ്യത്തേക്കാൾ മോശമായിരിക്കും. കാരണം നായ് ഛർദ്ദിച്ചതിനെ വീണ്ടും കഴിക്കുന്നു, കുളിച്ച പന്നി ചളിയിൽ ഉരുളുന്നു എന്ന പഴമൊഴി യഥാർത്ഥമായി മാറും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവങ്ങളെ, ദൈവത്തിന്റെ വചനം അത് ഇരുതല വാളാം. ഈ ദൈവത്തിന്റെ ശക്തി പലപ്പോഴും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ശക്തി നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത് വിശുദ്ധ ഗ്രന്ഥം കൈപിടിക്കാനോ വായിക്കാനോ നമുക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ട ഈ തിരുവചനത്തിന്റെ ഇന്നും ശക്തിയാണ്. നമുക്ക് ആവശ്യമുള്ള വചനം ദൈവം നമ്മോട് സംസാരിക്കുന്നതോട് ഈ വചനം തുറക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ കാലഘട്ടത്തിൽ എഴുതിയെന്നല്ല, ആ കാലഘട്ടത്തിലും ഇനി വരാനിരിക്കുന്നവനും ഒക്കെയുള്ള കാലഘട്ടത്തിൽ കർത്താവ് യേശു ക്രിസ്തു അന്നും ഇന്നും ഒരാൾ തന്നെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു വചനം പറഞ്ഞാൽ ഈ വചനത്തിന്റെ ശക്തി, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത് ആഫ്രിക്കയിലെ മാലി പ്രവിശ്യയിലെ ഒരു ബോംബ് സ്ഫോടനം ഒരു ചർച്ചില്, ഒരു പള്ളിയില് നടന്നു. ആ ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മുഴുവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു ലാപ്ടോപ്പും ആ ലാപ്ടോപ്പിന്റെ മുകളിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇരുന്നിരുന്നു. അവിടെ അത് കാണിക്കുന്നത് ഇങ്ങനെയാണ്: ആഫ്രിക്കൻ സൈന്യങ്ങൾ അല്ലെങ്കിൽ സോൾജിയേഴ്സ് അവരതിനകത്ത് കടന്ന് പറയുകയാണ്, അതിനകത്ത് ഇനി ഒന്നും തന്നെ ഇല്ല, എല്ലാം നശിച്ചുപോയി. ആ ലാപ്ടോപ്പ് അടക്കം എല്ലാം കരിഞ്ഞ് ഒന്നുമില്ലാതെയും മാറി. പക്ഷെ അതിന് മുകളിൽ ഇരുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ
അതിനകത്ത് ഒരു കേടുപാട് പോലും സംഭവിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. എന്നിട്ട് ആ സോൾജർ അല്ലെങ്കിൽ ആ പട്ടാളക്കാരൻ ആ ബൈബിൾ എടുത്തുകൊണ്ട് കാണിക്കുകയാണ്, കൂട്ടത്തിലുള്ള വ്യക്തികൾക്ക് കാണിക്കുകയാണ്. കണ്ടില്ലേ, ഈ ചർച്ചിനകത്ത് ഈ ബോംബ് നടന്നു കഴിഞ്ഞപ്പോൾ, സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കരിഞ്ഞു പോയി. ഇതിന്റെ ലാപ്ടോപ്പും അല്ലെങ്കിൽ എല്ലാ സാധനവും കരിഞ്ഞപ്പോഴും ഈ വിശുദ്ധ ഗ്രന്ഥം ഹോളി ബൈബിൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഹോളി ബൈബിൾ, ഈ ബൈബിളിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഒരു ലേശം ഒരു കേടുപാട് പോലും സംഭവിച്ചില്ല എന്നെടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ ബൈബിള് പുസ്തകം എന്നതിലുപരിയായി അതിൽ എഴുതപ്പെട്ട വചനം അത് ഇന്നും ജീവിക്കുന്ന, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നതുമായ സർവശക്തനായ ദൈവം അങ്ങനെ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സദൃശനും സൃഷ്ടിച്ച ദൈവ മക്കളായ നമ്മൾ ആ ശക്തിയെ കുറിച്ച് അറിയാതെ പോവാണ്. നോക്കിക്കേ, എത്ര സമയം നമുക്ക് കിട്ടുന്നുണ്ട് ദൈവത്തിന്. പക്ഷേ ലോക്ക്ഡൌൺ കഴിഞ്ഞു, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ സോൺ ആവുന്നു, അത് ക്രിട്ടിക്കൽ കൺട്രോൾ സോണായി മാറുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്കിപ്പം ഗവൺമെന്റ് നമുക്ക് ലീവ് തന്നുകൊണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊറോണ എന്ന വ്യാധി അല്ലെങ്കിൽ കൊറോണ വൈറസ് COVID-19 അത് മുഴുവൻ എല്ലാ സ്ഥലത്തും വ്യാപിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. എത്രയോ സമയം നമുക്ക് റെസ്റ്റ് കിട്ടുന്നു, എത്രയോ സമയം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്നു വായിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങള് ഒന്ന് തുറന്നു വായിക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ഹിസ്റ്ററി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താ പറയാ, ചിന്ത ഇങ്ങനെയാണ്, വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് എന്നാ കാര്യം, വചനം കേട്ടിട്ട് എന്നാ കാര്യം, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ കർത്താവ് നമ്മ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലല്ലോ. കോവിഡിനെ കുറിച്ച് എന്താ കർത്താവിനെ നിർത്തിക്കോടെ? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ചില സമയങ്ങളെല്ലാം നമ്മുടെ ദൈവം ശാന്തനാണ്. അതിനെ പെട്ടെന്ന് മനസ്സിലാക്കിയത് നമ്മുടെ പഴയകാല ചരിത്രത്തിലേക്ക് നോക്കി നോക്കിയേ. 430 വർഷത്തോളം ഈജിപ്തിന്റെ അടിമത്തിൽ കിടന്ന ഇസ്രായേൽ ജനം അത് വെറുതെ ഇരിക്കുകയായിരുന്നോ? ഈജിപ്തിന്റെ അടിമ വേല ചെയ്തുകൊണ്ട് അവരുടെ വേദനകളും രോദനകളും അല്ലെങ്കിൽ കരച്ചിലും വീഴ്ചലും ഒക്കെ അവർ ദൈവത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് ഉത്തരം കൊടുക്കുന്നത് 430 വർഷം കഴിഞ്ഞിട്ടാ. എന്നിട്ട് വിക്കനായ മോശയെ അവരെ രക്ഷിക്കാനായി അഹരോന്റെ അടുത്തേക്ക് വിടുന്നത്. 430 വർഷത്തോളം ദൈവം ആ ജനത്തിന് മുന്നിൽ ശാന്തനായിരുന്നു. എന്നിട്ട് 40 സംവത്സരം വീണ്ടും അവരെ നടത്തിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മക്കളെ, ഇത്രയും വർഷം നേരിട്ടൊന്നുമില്ലല്ലോ, വളരെ കുറച്ച് വിരലെണ്ണാവുന്ന മാസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എന്താ അതിന് ഉത്തരം കിട്ടുന്നുണ്ട്? സയന്റിസ്റ്റിനും അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്കും ആർക്കും തന്നെ ഒരു ഉത്തരം കിട്ടും. ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു മാനസാന്തരം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴും കിട്ടുന്ന സമയങ്ങള് നമ്മൾ സുഖലോലുകളിലേക്കും ഒക്കെ നമ്മൾ കടന്നു പോവുകയല്ലേ. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ദൈവങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം, ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ നമുക്ക് എല്ലാ ഉത്തരങ്ങളും ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു ആത്മായ ശുശ്രൂഷകനെന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവം എഴുതിയ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ നമുക്കുള്ള ഉത്തരങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്. പക്ഷെ അതൊന്ന് വായിക്കുവാനോ ധ്യാനിക്കാനോ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നില്ല ദൈവങ്ങളെ. അതുകൊണ്ട് കർത്താവ് ഇപ്പൊ ഈ വീഡിയോ നമ്മൾ കാണുകയാണ്. ആ വിശുദ്ധ ഗ്രന്ഥം, ആ ബോംബ് സ്ഫോടനം ആഫ്രിക്കയിൽ നടന്നു കഴിഞ്ഞപ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിന് ഒന്നും തന്നെ സംഭവിക്കാത്തൊരു ഭാഗം കാണിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നും അത് കർത്താവിനെ ഇടപെടാൻ കഴിവുള്ളവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ദൈവത്തിന്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലതാണ്, ഇതുതന്നെ വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഈശോയെ, ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, ആ ഹൃദയത്തിൽ മാംസം ധരിക്കുവാൻ, യോഹന്നാൻ 3:3 പ്രകാരം വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ഓ കർത്താവെ, അതിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഓ പരിശുദ്ധ അമ്മേ, അതിന്റെ മാധുസം ഞങ്ങൾ ചോദിക്കുക. അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ആമേൻ.